വത്തിക്കാൻ സ്ക്വയറിൻ്റെ വശങ്ങളിൽ നിന്ന് നോക്കിയാൽ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ചിമ്മിണിയിൽ നിന്ന് വെളുത്ത പുക ഉയരുന്നത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. പാപ്പായെ പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് ആളുകൾ സെൻറ്റ് പീറ്റേഴ്സിൻ്റെ ചത്വരത്തിലേക്ക് പാഞ്ഞടുക്കുക. പുതിയ പാപ്പായെ പ്രഖ്യാപിക്കാൻ വേണ്ടി കർദിനാൾ സംഘത്തിൽ നിന്ന് നിയോഗിക്കപ്പെട്ട കർദിനാൾ വന്നിട്ട് വിളിച്ചു പറഞ്ഞു, നമുക്ക് പുതിയൊരു പോപ്പിനെ കിട്ടിയിരിക്കുന്നു, കാർഡിനൽ ജോർജ് ബർഗോഗ്ലി. പ്രിയമുള്ളവരെ, അർജന്റീനക്കാരനെ ഇറ്റലിക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റി. ചത്തുരത്തിലുണ്ടായിരുന്ന ഏതാണ്ട് 60% ആളുകൾ എഴുന്നേറ്റു. കയ്യിലുണ്ടായിരുന്ന ഇറ്റലിയുടെ പതാകയും മറുകയിൽ പാപ്പായുടെ പതാകയും ഒരുമിച്ച് ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾക്ക് ഈ പാപ്പായെ ഇഷ്ടമല്ല എന്ന ഒരു പ്രതീതി ഉണ്ടാക്കി ആ ചത്വരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പോകുമ്പോൾ ഫ്രാൻസിസ് പാപ്പ മട്ടുപ്പാവിലേക്ക് കടന്നു വരിക. കൈകൾ കൂപ്പി തല താഴ്ത്തി ജനങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ പാപ്പ നിശബ്ദനായിട്ട് നിന്നു. അവിടെ കൂടി നിന്നിരുന്ന ഏതാണ്ട് 50,000-ഓളം പേരും ലോകമെമ്പാടും മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടുനിരുന്ന ഒട്ടനവധി പേര് ഈ പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഈ കരുണയുടെ മിഷനറി ആവാനുള്ള ഒരു ക്ഷണക്കത്ത് പരിശുദ്ധ പിതാവ് ലോകമെമ്പാടുമുള്ള വൈദികരിലേക്ക് സമർപ്പിക്കുകയുണ്ടായി. ഞാൻ വേഗം അത് പൂരിപ്പിച്ച് അന്ന് ഞങ്ങളുടെ പിതാവായിരുന്ന കരികിശ്ശേരി പിതാവിൻ്റെ ശുപാർശയോടുകൂടെ അത് വത്തിക്കാനിലേക്ക് അയച്ചു. പക്ഷെ ദൈവം സഹായിച്ച് എന്നെ ആ ഒരു ഗണത്തിലേക്ക് പരിശുദ്ധ പിതാവ് എടുത്തു എന്നുള്ള 872 പേരെയും പിതാവ് വ്യക്തിപരമായി കണ്ട് അനുഗ്രഹിച്ചു എന്നുള്ള. ഞാൻ ഒരാളെ കാണാൻ നിൽക്കുമ്പോൾ ഞാനല്ല കാണുന്നത്, എൻ്റെ ഉള്ളിലെ ക്രിസ്തു അവൻ്റെ ഉള്ളിലെ ക്രിസ്തുവിനെ കാണും. ഈ ഉറങ്ങുന്ന ഔസ്യപിതാവിനെ നമുക്ക് പരിചയപ്പെടുത്തിയ പിതാവ് ഈസ്റ്റർ കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ ഒരിക്കലും എഴുന്നേൽക്കാത്ത ഉറക്കത്തിലേക്ക് പോയിരിക്കും. ഈ ഒരു ദിവസങ്ങളിൽ കത്തോലിക്ക സഭയുടെ കാണപ്പെടുന്ന തലവൻ ഇല്ല. ഈ കാണപ്പെടുന്ന തലവൻ ഇല്ലാതെ വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈശോയാണ്. കാരണം ഈശോയ്ക്ക് എല്ലാ കാര്യങ്ങളും നേരിട്ട് ഇടപെടേണ്ട ഒരു അവസ്ഥ വന്നിരിക്കും. അതുകൊണ്ട് പുതിയ ഒരു തലവനെ തിരഞ്ഞെടുക്കാനുള്ള വലിയ ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കാം. അതുകൊണ്ട് ശക്തമായൊരു പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് ഏറെ സ്നേഹത്തോടു കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താം. ഈ ഔസ്യപിതാവിനെ നമുക്ക് പരിചയപ്പെടുത്തിയ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെ പറ്റി ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്നെ സ്വാധീനിച്ച 1-2 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഈ ദിവസം പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2013 മാർച്ച് മാസം 13-ാം തീയതി ലോകമെമ്പാടുമുള്ള കത്തോലിക്കർക്ക് സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിരുന്നു. കാരണം കത്തോലിക്ക സഭയ്ക്ക് പുതിയ ഒരു പാപ്പായെ ലഭിച്ചു. വത്തിക്കാൻ സ്ക്വയറിൻ്റെ വശങ്ങളിൽ നിന്ന് നോക്കിയാൽ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ചിമ്മിണിയിൽ നിന്ന് വെളുത്ത പുക ഉയരുന്നത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് കണ്ടപ്പോൾ പാപ്പായെ പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് ആളുകൾ സെൻറ്റ് പീറ്റേഴ്സിൻ്റെ ചത്വരത്തിലേക്ക് പാഞ്ഞടുക്കുക. ഏതാണ്ട് ഒരു 50,000-ഓളം പേര് അതിൻ്റെ ഉള്ളിലിങ്ങനെ തിങ്ങിക്കൂടിയിട്ടുണ്ടായിരുന്നു പുതിയ പാപ്പായെ ഒന്ന് കാണാൻ. തിങ്ങിക്കൂടിയവരിൽ ഏതാണ്ട് 90% പേരും ഇറ്റലിക്കാരായിരുന്നു. കാരണം ഇറ്റലിക്കാർക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ പരിശുദ്ധ പിതാവ് ജർമ്മൻകാരനാണ്, അതിന് മുന്നിലത്തെ പരിശുദ്ധ പിതാവ് പോളണ്ടുകാരനാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു ഇറ്റലിക്കാരനെ പരിശുദ്ധ പിതാവായി ലഭിക്കും. അങ്ങനെയുള്ള കിംവദന്തികൾ 10 തെരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള പിതാക്കന്മാരിൽ ഏതാണ്ട് 4 പേരും ഇറ്റലിക്കാരായിരുന്നു. അതുകൊണ്ട് ഇറ്റലിക്കാർക്ക് വല്ലാത്തൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ 2 കൊടികളുണ്ടായിരുന്നു. ഒന്ന് ഇറ്റലി എന്ന രാജ്യത്തിൻ്റെ കൊടി, മറ്റൊന്ന് പാപ്പായുടെ കൊടി. ഇത് രണ്ടും അതിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുതിയ പാപ്പായെ കാണാൻ വേണ്ടി അവർ ഇങ്ങനെ തിരക്ക് കൂട്ടി നിൽക്കുമ്പോൾ പുതിയ പാപ്പായെ പ്രഖ്യാപിക്കാൻ വേണ്ടി കർദിനാൾ സംഘത്തിൽ നിന്ന് നിയോഗിക്കപ്പെട്ട കർദിനാൾ വന്നിട്ട് വിളിച്ചു പറഞ്ഞു, നമുക്ക് പുതിയൊരു പോപ്പിനെ കിട്ടിയിരിക്കുന്നു, കാർഡിനൽ ജോർജ് ബർഗോഗ്ലി. പ്രിയമുള്ളവരെ, അർജന്റീനക്കാരനെ ഇറ്റലിക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റി. അവിടെ ഉണ്ടായിരുന്ന ചത്തുരത്തിലുണ്ടായിരുന്ന ഏതാണ്ട് 60% ആളുകൾ എഴുന്നേറ്റു. കയ്യിലുണ്ടായിരുന്ന ഇറ്റലിയുടെ പതാകയും മറുകയിൽ പാപ്പായുടെ പതാകയും ഒരുമിച്ച് ഉയർത്തിപ്പിടിച്ച് മുൻപുണ്ടായിരുന്ന ബെനഡിക്റ്റ് 16 ജയ് വിളിച്ചുകൊണ്ട്
ഞങ്ങൾക്ക് ഈ പാപ്പായെ ഇഷ്ടമല്ല എന്ന ഒരു പ്രതീതി ഉണ്ടാക്കി ആ ചത്വരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പോകുമ്പോൾ ഈ പുതിയ പാപ്പ ഫ്രാൻസിസ് പാപ്പ മട്ടുപ്പാവിലേക്ക് കടന്നു വരിക. മുന്നിലുള്ളവർക്ക് തന്നെ ഇഷ്ടമായില്ലെന്ന് അവരുടെ ചേഷ്ടകളിലൂടെ പരിശുദ്ധ പിതാവ് മനസ്സിലാക്കി. പരിശുദ്ധ പിതാവ് അന്ന് ആദ്യം പറഞ്ഞ വചനം എങ്ങനെയാണ്? കർദിനാൾ സംഘം എന്നെ കത്തോലിക്ക സഭയുടെ അധ്യക്ഷ പദത്തിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുക. എനിക്കൊട്ടും താല്പര്യമില്ല. പക്ഷേ ഞാൻ ഈ സ്ഥാനത്ത് തുടരണമെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്ഥാനത്ത് നിൽക്കണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2 അടി പിന്നോക്കം മാറി കൈകൾ കൂപ്പി തല താഴ്ത്തി ജനങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ പാപ്പ നിശബ്ദനായിട്ട് നിന്നു. ഏതാണ്ട് ഒരു 10-30 സെക്കൻഡോളം ആ നിശബ്ദതയുടെ പ്രാർത്ഥന നീണ്ടു. ബെനഡിക്റ്റ് 16 ജയ് വിളിച്ച് ചത്വരത്തിൽ നിന്ന് തിരിച്ചു പോകാൻ പരിശ്രമിച്ചവർ പെട്ടെന്ന് നിന്നു. കൊടിയെല്ലാം താഴ്ത്തി അവരും ഈ പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ കൂടി നിന്നിരുന്ന ഏതാണ്ട് 50,000-ഓളം പേരും ലോകമെമ്പാടും മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടുനിരുന്ന ഒട്ടനവധി പേര് ഈ പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ പദത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പിതാവ്. ആർക്കു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥന എനിക്ക് നിർബന്ധമായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ എളിമയോടുകൂടെ തലകുനിച്ചു നിന്നപ്പോൾ ആ പിതാവിൻ്റെ പ്രത്യേകത അന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. പിന്നീട് ഇറ്റലിക്കാർ മാത്രമല്ല, കത്തോലിക്കർ മാത്രമല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് ഈ പാപ്പ ഇങ്ങനെ പടർന്ന് കയറുകയായിരുന്നു. അതിന് പാപ്പായ്ക്ക് സാധിച്ചത് പാപ്പായുടെ ഒറ്റ ഗുണമാണ്, അത് എളിമയാണ്. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപരൻ്റെ മുമ്പിൽ തല കുനിച്ച് നിൽക്കണമെങ്കിൽ അത് സാധാരണക്കാർക്ക് പറ്റത്തില്ല. ഇപ്പം തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പിതാവ് അങ്ങനെ നിൽക്കണമെങ്കിൽ പരിശുദ്ധ പിതാവ് എളിമയുടെ ഒരു വക്താവാണ്. പിന്നീടുള്ള ജീവിതത്തിലൂടെ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ ഒരുപാട് ഗുണഗണങ്ങൾ നമ്മൾ കേൾക്കും. ആ ഗുണഗണങ്ങൾ കേൾക്കാനുള്ളതല്ല, ആ പരിശുദ്ധ പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട നല്ല ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ഗുണഗണങ്ങളിൽ ഏതെങ്കിലും ഒരു ഗുണം അത് ഞാനിങ്ങോട്ട് എടുക്കണം, എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണം. അപ്പോഴാണ് ഈ പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥന പൂർത്തീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾ കേൾക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഗുണം നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ആ ഗുണം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ സാധിച്ചാൽ അത് പാപ്പായുടെ ആത്മാവിന് കൊടുക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു സമ്മാനമായിരിക്കും. പ്രിയമുള്ളവരെ, 2015 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അസാധാരണ ജൂബിലി പ്രഖ്യാപിച്ചു, കരുണയുടെ ജൂബിലി. ആ ജൂബിലി പ്രഖ്യാപനത്തിൽ പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ച വേറൊരു കാര്യം, ഞാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 1000-ഓളം കരുണയുടെ മിഷനറിമാരെ തിരഞ്ഞെടുക്കും, എന്നിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഞാൻ അയക്കും. അങ്ങനെ ഈ കരുണയുടെ മിഷനറി ആവാനുള്ള ഒരു ക്ഷണക്കത്ത് പരിശുദ്ധ പിതാവ് ലോകമെമ്പാടുമുള്ള വൈദികരിലേക്ക് സമർപ്പിക്കുകയുണ്ടായി. അത് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എനിക്കത് ഇഷ്ടമായി. ഞാൻ വേഗം അത് പൂരിപ്പിച്ച് അന്ന് ഞങ്ങളുടെ പിതാവായിരുന്ന കാരിക്കശ്ശേരി പിതാവിൻ്റെ ശുപാർശയോടുകൂടെ അത് വത്തിക്കാനിലേക്ക് അയച്ചു. അങ്ങനെ ലോകമെമ്പാടുമുള്ള ഒട്ടനവധി വൈദികർ അതിന് പരിശ്രമിച്ചു. പക്ഷെ ദൈവം സഹായിച്ച് എന്നെ ആ ഒരു ഗണത്തിലേക്ക് പരിശുദ്ധ പിതാവ് എടുത്തു എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് സംഭവിച്ചുവെന്ന് എനിക്കിപ്പോഴും ഒരു പിടിയില്ല. 1000 പേരെ എടുക്കുമെന്നാണ് പറഞ്ഞത്. 1142 പേരെ അന്ന് തിരഞ്ഞെടുത്തു. അങ്ങനെ പരിശുദ്ധ പിതാവ് എല്ലാ വർഷവും ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന വിശുദ്ധ ദിനത്തിൽ, ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച, അതായത് കരുണയുടെ ഞായറാഴ്ച, ഞങ്ങളെല്ലാവരെയും അവിടെ വിളിച്ചു കൂട്ടും. എല്ലാവർക്കൊന്നും പോകാൻ സാധിക്കത്തില്ല, കാരണം അത്രയും ദൂരം യാത്ര ചെയ്യണം, എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് എല്ലാവരും പോകാറില്ല. 2018
ഞങ്ങളെല്ലാവരെയും വിളിച്ചപ്പോൾ ഞങ്ങൾ അന്ന് പങ്കെടുത്തത് 872 വൈദികരാണ്. ഈ 872 വൈദികരും ഈ ഒരു യോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും അവസാനത്തെ ദിവസം പരിശുദ്ധ പിതാവ് ഞങ്ങളെ കാണാൻ വരും. 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന കരുണയുടെ കൂദാശയായ കുംഭസാരത്തെപ്പറ്റി വളരെ മനോഹരമായി പ്രസംഗിച്ചു. ശരിക്കും പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് പ്രസംഗം കേൾക്കുന്നതിനേക്കാളും താല്പര്യം ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ പരിശുദ്ധ പിതാവിനെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റും, തൊട്ടടുത്ത് ഒന്ന് തൊടാൻ പറ്റുമോ എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഞങ്ങളുടെ ഉള്ളിലുണ്ടായി. ആ ആഗ്രഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന അന്നത്തെ കാർഡിനൽ ഫിഷിക്കേല ഈ പരിശുദ്ധ പിതാവിൻ്റെ 45 മിനിറ്റത്തെ ഈ സന്ദേശത്തിന് ശേഷം ഞങ്ങളുടെ മുമ്പിൽ വളരെ സന്തോഷകരമായൊരു വാർത്ത പറഞ്ഞു. പരിശുദ്ധ പിതാവ് നിങ്ങളെ ഓരോരുത്തരെയും കാണാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് കാർഡിനൽ ഫിഷിക്കേല പറഞ്ഞൊരു കാര്യം ഇപ്പോഴും മനസ്സിലുണ്ട്. പരിശുദ്ധ പിതാവിൻ്റെ അടുത്ത് വരുമ്പോൾ പിതാവിനോട് നിങ്ങൾ ചോദിക്കും ഒരു സെൽഫി എടുത്തോട്ടെ. അപ്പോൾ പിതാവ് പറയും എടുത്തോളാൻ പറയും. പക്ഷെ എടുക്കരുത്, കാരണം സെൽഫി എടുത്ത് വർത്താനം പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് കാണാനുള്ള സൗകര്യം പോകും. അതുകൊണ്ട് 872 പേരാണുള്ളത്. അധികം ഒന്ന് സമയം ചെലവഴിക്കരുത്. ചെല്ലുക, കൈമൊത്തുക, തലയിൽ കൈവച്ച് ആശീർവാദം സ്വീകരിക്കുക, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക, പെട്ടെന്ന് പോയിക്കൊള്ളും. പ്രിയമുള്ളവരെ, 872 പേരെയും പിതാവ് വ്യക്തിപരമായി കണ്ട് അനുഗ്രഹിച്ചു എന്നുള്ള അതിൻ്റെ ഒരു സന്തോഷകരമായ കാര്യം, ആദ്യത്തെ ആളെ കണ്ടപ്പോഴും 872ാമത്തെ ആളെ കണ്ടപ്പോഴും പിതാവിൻ്റെ മുഖത്ത് ഒരേ സന്തോഷം, ഒരേ പ്രസരിപ്പ്, ഒരേ തീഷ്ണത. അതിനുശേഷം ഞങ്ങൾ കുർബാനയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഈ പരിശുദ്ധ പിതാവിൻ്റെ ഈ ഒരു മനോഭാവത്തെപ്പറ്റി ഞങ്ങൾ പരസ്പരം പറയുകയാണ്, ഇത് എങ്ങനെ സാധിക്കും? പ്രിയമുള്ളവർ, 1-2 പേരല്ല, 872 പേരെ നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ അതേ ഭാവത്തോടു കൂടെ? എനിക്ക് പറ്റത്തില്ല. ആദ്യത്തെ ആളെ കാണുന്ന അതേ പ്രസരിപ്പ് 100ാമത്തെ ആളെ കാണുമ്പോൾ ഉണ്ടാവില്ല. നമുക്ക് ഉള്ളിൽ മടുപ്പ് തോന്നിയിട്ടുണ്ടാകും. പക്ഷെ ഒരു മടുപ്പും തോന്നാതെ ആദ്യത്തെ ആളെ എങ്ങനെ കണ്ടുവോ അതേപോലെ തന്നെ 872ാമത്തെ ആളെ കണ്ടു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ പിതാവ് തൊട്ടടുത്ത് നിന്ന് കാർഡിനലിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ കാർഡിനൽ അവർ തമ്മിലുള്ള ഇറ്റാലിയൻ സംസാരം വേറൊരു അച്ഛൻ തർജ്ജിമ ചെയ്തതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്, ഞാൻ ഒരാളെ കാണാൻ നിൽക്കുമ്പോൾ ഞാനല്ല കാണുന്നത്, എൻ്റെ ഉള്ളിലെ ക്രിസ്തു അവൻ്റെ ഉള്ളിലെ ക്രിസ്തുവിനെ കാണും. പിന്നെ അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അവർ തമ്മിലുള്ള സംസാരമാണ്. അതുകൊണ്ട് എനിക്കൊട്ടും ബോറടിക്കേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. പ്രിയമുള്ളൊരു നിസ്സാരമായൊരു കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിലെ ക്രിസ്തു വേറൊരാൾ എൻ്റെ അടുത്ത് വരുമ്പോൾ അവൻ്റെ ഉള്ളിലും ക്രിസ്തു ഉണ്ടല്ലോ. അപ്പോൾ ഈ ദൈവീക കൂടിക്കാഴ്ചയ്ക്ക് നാം ഒരു കാരണമാകുന്നുവെങ്കിൽ പിന്നെ നമുക്ക് ഒന്നിനെ പറ്റിയും ആകുലചിത്തരാവണ്ടെന്ന പരിശുദ്ധ പിതാവ് നമുക്ക് നൽകുന്ന സന്ദേശം. ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ കന്യകാമറിയയും എലീശാമയെ കാണാൻ പോയപ്പോഴുണ്ടാകുന്ന ഒരു അനുഭവം നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ സംഭവിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ സംഭവിക്കാറില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ പിതാവിൻ്റെ ഒരുപാട് ഗുണങ്ങൾ ഇതുപോലെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇങ്ങനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചാൽ, പ്രിയമുള്ളവരെ, നമ്മളൊക്കെ യൗസേപ്പ് പിതാവിനെ പോലെ വിശുദ്ധിയിലേക്ക് ഇങ്ങനെ കുതിച്ചുയരുന്നവർ. അതിന് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാൻ സാധിക്കും. ആയതിനാൽ ഈ യൗസേപ്പ് പിതാവ്, ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിനെ നമുക്ക് നൽകിയ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഉറങ്ങുമ്പോൾ ഫ്രാൻസിസ് പാപ്പായുടെ ഉറക്കത്തെപ്പറ്റി വേറെ 1-2 സ്ഥലങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ 1 മണിക്കൂർ പ്രാർത്ഥിക്കാനിരിക്കും, ഉറങ്ങിപ്പോവും. എന്നിട്ട് എഴുന്നേറ്റിട്ട് ദിവ്യകാരുണ്യത്തെ നോക്കിയിട്ട് പാപ്പ പറയും, ഞാൻ ഉറങ്ങിപ്പോയി, പക്ഷേ നീ ഒരിക്കലും ഉറങ്ങത്തില്ല എന്നൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോൾ ചിലരൊക്കെ ഇതുമായിട്ട് എൻ്റെ അടുത്ത് വരും, ഈ യൂട്യൂബിലെ വീഡിയോ അല്ലെങ്കിൽ വാട്സപ്പിൽ വരുന്ന വീഡിയോ. എന്നിട്ട് പറയും, അച്ഛാ പ്രാർത്ഥിക്കുമ്പോൾ പള്ളിയിലിരുന്ന് ഉറങ്ങണോണ്ട് കുഴപ്പമില്ല കേട്ടോ, അതെ പിതാവ് പോലും ഉറങ്ങിയിട്ടുണ്ടെന്ന്. പ്രിയമുള്ളവർ, തെറ്റിദ്ധരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പിതാവ് രാവിലെയുള്ള പ്രാർത്ഥന, രാവിലെയുള്ള വിശുദ്ധ ബലി, യാമങ്ങളിലുള്ള പ്രാർത്ഥന, രാത്രി ജപം, കരുണയുടെ പ്രാർത്ഥന, ജപമാല, ഈ കാര്യങ്ങളൊക്കെ ഉറക്കമില്ലാതെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സമയത്ത് 1 മണിക്കൂർ ഇരിക്കുമ്പോഴാണ് ഉറങ്ങിപ്പോകും. അവിടെ ഉറങ്ങണോണ്ട് കുഴപ്പമില്ല.
അത് നമുക്ക് തെറ്റിദ്ധാരണയ്ക്ക് സാധ്യതയുണ്ട്, പക്ഷേ അത് തെറ്റിദ്ധരിക്കരുത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഉറങ്ങാം, പള്ളിയിലിരുന്ന് ഉറങ്ങാം, പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങാം. പക്ഷേ ആ ഉറങ്ങേണ്ട സമയത്തിന് വ്യത്യാസമുണ്ട്. ദൈവാലയത്തിൽ വന്ന് ഒരു ബലിയർപ്പണം കഴിഞ്ഞ് വീട്ടിലുള്ള രാത്രി ജപമാലയിൽ ഭക്തിപൂർവം പങ്കെടുത്ത് അതിനുശേഷം ഏതെങ്കിലുമൊക്കെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ജപമാല കൂടെ ഞാൻ ചെല്ലാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചു നേരം പള്ളിയിൽ വന്നിരുന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പരിശ്രമിക്കുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് ഉറങ്ങും. പരിശുദ്ധ പിതാവിൻ്റെ ഉറക്കത്തെ വ്യാഖ്യാനിക്കേണ്ടത് അങ്ങനെയാണ്. പരിശുദ്ധ പിതാവിൻ്റെ ദിനചര്യയിലെ എല്ലാ പ്രാർത്ഥനകളും കൃത്യമായി നിർവഹിച്ചതിന് ശേഷം വ്യക്തിപരമായ ഒരു മണിക്കൂറിൻ്റെ ആരാധനയുടെ സമയത്ത് ഒരല്പം ഉറങ്ങുമ്പോൾ ആ ഉറക്കത്തെ അത് ദൈവം ക്ഷമിക്കുമെന്നാണ് പറയും. അങ്ങനെ നമുക്ക് ഉറങ്ങാനുള്ള അവസരമുണ്ട്. അങ്ങനെ നമുക്ക് ഉറങ്ങാൻ പറ്റണമെന്നാണ് പറയും. അങ്ങനെ ഉറങ്ങണമെങ്കിൽ സാധാരണ പ്രാർത്ഥനയിൽ നിന്നും കുറച്ചുകൂടെ പ്രാർത്ഥന സമയം കൂട്ടണം. രാവിലെ അല്ലെങ്കിൽ അനുദിന ഒരു ബലിയർപ്പണമല്ല, ഒന്നിൽ കൂടുതൽ. രണ്ടാമത്തെ ബലിക്ക് വരുമ്പോൾ ഇച്ചിരി നേരം ഉറങ്ങാം. ജപമാല ചൊല്ലുമ്പോൾ 3ഉം 4ഉം ജപമാല ചൊല്ലാൻ തീരുമാനിക്കുക. അങ്ങനെ രണ്ടാമത്തെ ജപമാല ആരംഭിക്കുമ്പോൾ ഒരു ഇച്ചിരി നേരം ഉറങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയുള്ള ഉറക്കത്തിൻ്റെ ഒരു ആഹ്വാനം ഉറങ്ങുന്ന യൗസപിതാവും നമ്മളുടെ പരിശുദ്ധ പിതാവും നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. ഈ ഉറക്കത്തിലൂടെ ഇവർ നമ്മോട് പറയുന്നത്, നിന്റെ ഇപ്പോഴത്തെ പ്രാർത്ഥനാ സമയം അത് പോരാ, കുറച്ചുകൂടെ കൂട്ടണം. എന്നിട്ട് ആ കൂട്ടിയ സമയത്ത് കുറച്ചു നേരം നീ റെസ്റ്റ് എടുത്തോ, അതിലെനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെയുള്ളൊരു വിശ്രമം ഈശോ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്ക് കൊടുക്കാനായിട്ട് പരിശ്രമിക്കാം.